ഒന്ന് പരിശോധിച്ചോളൂ. കൊടഞ്ഞൊക്കെ നോക്കും. ഒരു സാധാ തൂവാലയാണ് അല്ലേ? അതെ. ഒരു സാധാ തൂവാലയാണ്. സെയിം കളർ. അതെ, ഒരു തൂവാലയാണ്. ഈ തൂവാല ഞാൻ ഇങ്ങനെ കെട്ടാൻ പോകും. ഇനി ഇതൊന്ന് കഴിക്കാൻ വേഗം തരിക. ട്രൈ ചെയ്യുന്നു. ഓക്കെ, കഴിക്കാൻ വേഗം തന്നേക്കുന്നു. പെട്ടെന്ന് കഴിക്കാൻ പ്രയാസം. പെട്ടെന്ന് കഴിക്കാൻ പ്രയാസമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ഒന്നുകൂടെ ഒന്ന് മുറുക്കാം. മുറുക്കി നല്ലപോലെ മുറുക്കി വെച്ചിരിക്കുകയാണ്. കാണാമല്ലേ? മുറുക്കി വെച്ചു. ഇനി കെട്ടുണ്ടോ എന്ന് നോക്കി ഉണ്ടല്ലേ? പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മോളുടെ വലത് കൈ കടന്നു ഇടത് കൈ മലവുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ പറയാം. ഹാക്കസ് ഫോക്കസ്, അബ്രാക്കഡാബ്ര, ഹാക്കസ് ഫോക്കസ്, അബ്രാക്കഡാബ്ര, അൺടൈ, അൺടൈ ആൻഡ് അൺടൈ. സാറിൻ്റെ പടങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ ലാൻഡ്സ്കേപ്പ്, നേച്ചർ, വൈൽഡ് ലൈഫ്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് പോയ വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസിനെ പറ്റി ഒന്ന് പറയാമോ? ഏറ്റവും അവസാനം പോയത് ടാൻസാനിയ, മസായി മാര, ഈ 2 സ്ഥലങ്ങളായിരുന്നു. ആഫ്രിക്കൻ രാജ്യത്തിലെ ഏറ്റവും വൈൽഡ് ലൈഫിന് ഏറ്റവും പേര് കേട്ട സ്ഥലമാണ്. 14 ദിവസം നീണ്ടുനിന്ന ഒരു യാത്രയായിരുന്നു. ഇതിൽ 10 ദിവസവും ഞങ്ങൾ കാടിനുള്ളിലെ ടെൻറ്റിലാണ് താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ഒരു വലിയ സവിശേഷതയായി തോന്നിയത്. കാരണം ഞങ്ങൾക്ക് ടെൻറ്റിലിരുന്നുകൊണ്ട് ഒരു 100 അടിയോളം അകലെ വരുന്ന വന്യജീവികളെ കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. കാട്ടുപോത്ത്, ആന, ഇതൊക്കെ ഏകദേശം ഒരു 100 അടി മുന്നിൽ വരെ വരും. പിന്നെ കിളികളും അതുപോലുള്ള, കാരണം ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത വർണ്ണവൈവിധ്യം കൊണ്ട് ആരെ ആകർഷിക്കുന്ന ഒട്ടേറെ കിളികളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സവിശേഷതയാണ്. കാരണം തൊട്ട് മുമ്പിൽ വന്നിരുന്നിട്ട് നമ്മുടെ തോളിലിരുന്നിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ നിൽക്കുന്ന നമ്മുടെ തോളിന് തുല്യമുള്ള മരത്തിലിരുന്നിട്ട് ഈ കിളികളെയൊക്കെ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ ക്യാമോ പോലത്തെ ടെൻ്റാണോ? അറിയാൻ പറ്റാത്ത രീതിയിൽ, മീൻസ് മൃഗങ്ങൾ കാണുമ്പോൾ ഇല്ല, മൃഗങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിലാണ് പലക അടിച്ച് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ടെൻറ്റ്, ടാർപോളിൻ കൊണ്ടുള്ള ടെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വാതിലും എല്ലാം തന്നെ സിബ്ബാണ്, സിബ് കൊണ്ടാണ്. പിന്നെ ഇതിനൊക്കെ അവിടെ ഈ കാവൽക്കാരുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. മാത്രമല്ല നമുക്ക് വാക്കി ടാക്ക് തന്നിട്ടുണ്ട്. പുറത്തിറങ്ങാൻ പാടില്ല. വാക്കി ടാക്കിൽ നമ്മുടെ ഗൈഡിനെ വിളിച്ചിട്ട് മാത്രമേ പുറത്തിറങ്ങാവൂ. അവർ വന്നിട്ട് വലിയ വെളിച്ചമുള്ള ഇതുകൊണ്ട് വരും. രാവിലെ ഇറങ്ങി നോക്കുമ്പം ഏതൊക്കെ മൃഗങ്ങൾ അവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് അവർ പറയും. കാരണം ഈ മൃഗങ്ങളുടെയൊക്കെ കാൽപ്പാടുകളോ അതിൻ്റെ കാഷ്ടമോ ഒക്കെ കണ്ടിട്ട് അവർ പറയും ഇത് ഇന്നത് വന്നിരുന്നു, ഇന്നത് വന്നിരുന്നു. അങ്ങനെ പല സാധനങ്ങളും അവിടെ കൃത്യമായി വരികയും ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് അവിടെ വളരെ പിറ്റേന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ സമയത്തിന് വിളിക്കുന്നില്ല. അപ്പോഴാണ് അവിടുത്തെ കാര്യദർശി എന്ന് പറഞ്ഞത്, ഇന്നലെ രാത്രി ഒരു കൂട്ടം ആനകൾ വന്ന് നമ്മുടെ കൻറ്റീൻ മുഴുവൻ നശിപ്പിച്ചിട്ട് പോയി. അവർ വന്ന് നമ്മുടെ ഇവിടെ ശേഖരിച്ച് വെച്ചിരുന്ന മുഴുവൻ വെള്ളത്തിൻ്റെ ബാരലുകളും തട്ടിപ്പൊട്ടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് അവർ പോയി. പിന്നെ വെള്ളം കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഒരിത്തിരി താമസിച്ച് പോയത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. ഇതൊക്കെ സൂക്ഷിച്ചിരുന്ന പുര മുഴുവനും ഇങ്ങനെ തട്ടിച്ചതറി ഇട്ടിരിക്കുന്നു. മാത്രമല്ല കൂനക്കണക്കിന് ആനപ്പിണ്ട് കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്നേരം ഈ വനവാസിയാണ് ആനയെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ അവർ പ്രതികരിക്കും. കാരണം അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട് ഈ യാത്രക്കിടയിൽ. കാരണം ആഫ്രിക്കയിലെ യാത്രക്കിടയിൽ അന്നേരം എൻ്റെ കൊച്ചുമോൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ഇഷ്ടമാണ് അവന്. നല്ല ഒരു പടം വരപ്പുകാരനും ഫോട്ടോ എടുപ്പുകാരനും ഒക്കെയാണ്. അവൻ്റെ കുറേ ഫോട്ടോകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കാണിച്ചു തരാം. അന്നേരം അവന് ഈ ആനയുടെ ഫോട്ടോ എടുത്തപ്പോൾ ഈ വെയിൽ വന്ന് ഫോണിൻ്റെ ഈ മിററിലടിച്ചിട്ട് ഇത് ആനയുടെ കണ്ണി തട്ടി. ആന അങ്ങ് വയലൻ്റായെന്ന് മാത്രമല്ല, തുമ്പിക്ക കൊണ്ടുവന്ന് ഞങ്ങളുടെ വണ്ടിയുടെ മേളിൽ ഇങ്ങനെ വെച്ചിരിക്കുക. ഞങ്ങളെല്ലാം ക്യാമറയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്, മോനും മോളും എല്ലാം ഞങ്ങളെല്ലാം നിൽക്കുകയാണ്. ഇത് മുരളുകയാണ്, വർത്തമാനം പറയുന്ന രീതിയിൽ എന്തോ നമ്മളോട് മോശപ്പെട്ട രീതിയിൽ പറയുകയാണ്.
അതെ, ശരിക്കും അത് മോശപ്പെട്ടാണ് പറയുന്നത് നമുക്ക് തോന്നത്തക്ക രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഇതിങ്ങനെ തുമ്പിക്കയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പറയുമല്ലേ, നമ്മൾ ഇത് ഒരു ചട്ടമ്പിത്തരം ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ഗൈഡും നമ്മുടെ ഡ്രൈവറും പറഞ്ഞു ഒന്നും പ്രതികരിക്കരുത്, ശബ്ദം ഉണ്ടാക്കാതെ ഫോട്ടോ എടുക്കുക, ഷട്ടറിൻ്റെ സൗണ്ട് പോലും ഉണ്ടാക്കരുത്. അന്നേരം ഞാൻ എൻ്റെ വായുടെ ഉള്ളിലൊക്കെ ഉള്ള പടം ഞാൻ എടുത്തു എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഉള്ളിലൊരു പേടിയുണ്ട്, ഇല്ലെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പേടിയാവുന്നേ ഉള്ളൂ, എന്തും ചെയ്യാം, കാരണം കാട്ടാനയാണ്. എന്നിട്ട് ഇതിവിടെ കുറച്ച് നേരം നിന്ന് അന്നേരം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, കാലുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, കുറേ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്നും പ്രതികരിക്കാത്തത് കൊണ്ട് ഒരു 20 മിനിറ്റിന് ശേഷം ആശാൻ വളരെ രസകരമായിട്ട് പുറകോട്ട് നടന്നിട്ട്, പുള്ളി തിരിഞ്ഞു പോകുകയല്ലേ, പുറകോട്ട് നടന്നിട്ട് തുമ്പിക്കൈക്ക് ഉയർത്തി ഒന്ന് വിഷ് ചെയ്തിട്ട് കൈ താഴ്ത്തിയിട്ട് തിരിഞ്ഞു പോയി എൻ്റെ കൂട്ടത്തിൻ്റെ കൂടെ അങ്ങ് ചേർന്നു. ഇത് ഒരു അനുഭവമാണ്. പിന്നെ 3 സിംഹങ്ങൾ ഒന്നിച്ച് വന്ന് വെള്ളം കുടിക്കുന്ന ഒരു ചിത്രം ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അല്ലാതെ ചിത്രമായിട്ടും എൻ്റെ കയ്യിലുണ്ട്. ഒരു നദിയിൽ വന്ന് വെള്ളം കുടിക്കുന്നു. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തോട്ട് വണ്ടി ഓടിച്ച് ഇപ്പുറത്ത് വന്നപ്പോഴുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ ആ നദിയിൽ ആനകൾ വന്നിട്ട് കുളിക്കുകയും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ആ ചിത്രമാണ്. അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നീട് രസകരമായി തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന കണക്ക് ഈ സിംഹത്തെ മുഖാമുഖം കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ പരിചയമാണോ നമ്മുടെ ഭാഗ്യമാണോ എന്ന് പറഞ്ഞുകൂടാ. ഇതുപോലൊക്കെ ഞങ്ങൾ ഒരുപാടൊക്കെ കണ്ടിട്ടുള്ളതാണ് എന്ന മട്ടിലാണ് ഈ ചങ്ങാതികൾ കിടക്കുന്നത്. പിന്നെ മോശപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദങ്ങൾ അട്ടഹസിക്കുകയോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ള അത്ഭുതം ഇത് ചെയ്താൽ അതിൻ്റെ രൂപം മാറും. ശാന്തനായി കിടന്ന സിംഹം വളരെ വൈൽഡായിട്ട് നമ്മുടെ നേരെ വയലൻ്റായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ അക്രമോത്സുകതയോടുകൂടി നിൽക്കുന്ന ചിത്രവും ഞാൻ പകർത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പേടിയാണെങ്കിലും പേടിക്കണ്ട, നിൽക്ക്, ധൈര്യമായിട്ട് നിൽക്ക് എന്ന് പറഞ്ഞു. കാരണം ഇവന് ഒറ്റ ചാട്ടത്തിന് വന്നാലേ നമുക്ക് താഴോട്ടിരിക്കാം, അതിന് കയറാനൊക്കെ ഇല്ല നമ്മുടെ വണ്ടിക്കകത്ത്. അത്രയും ഭാഗം ഇങ്ങനെ മൂടിയിട്ടിരിക്കുക. നമ്മൾ നിന്നിട്ട് മേളിൽ കൂടെ കാണുന്നത്. കാരണം അവിടെ തുറത്ത് കിടക്കുക, തുറസായിട്ടാണ് ക്യാമറയൊക്കെ ഉപയോഗിക്കത്തത്. പക്ഷെ കൈയൊന്നും വെളിയിലിടരുതെന്നാണ് അവർ പറയുന്നത്. ഇതുപോലെ ഒട്ടേറെ ജീവികൾ, കാരണം ഈ വൈൽഡ് ബീറ്റ്സ് എന്നൊക്കെ പറയുന്നത് കാളയാണോ ഇവിടെ ഇല്ല, കാളയാണോ പശുവാണോ വേറെ ഏതെങ്കിലും ജീവിയാണോ എന്ന് അറിയാൻ വയ്യാത്ത രീതിയിലുള്ളൊരു പ്രത്യേക കോമ്പിനേഷൻ. അത് 100 കണക്കിനാണ് ഈ നടക്കുന്നത്. അത് ഒരു വലിയ കാഴ്ചയാണ് ഇത്. പിന്നെ ജിറാഫുകൾ, ഞങ്ങൾ കുറേ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടിട്ടുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിറങ്ങളോടുകൂടിയ മൃഗങ്ങളെ പലപ്പോഴും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സീബ്രകളൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ ഇങ്ങനെ സീബ്രകൾ നടക്കുകയാണ്. അന്നേരം ഞങ്ങൾ അവിടെ ഒരു ബലൂൺ യാത്ര നടത്തിയിരുന്നു, ഹോട്ട് ബലൂൺ യാത്ര, ടാൻസാനിയയിൽ. അന്നേരം ഈ ഹോട്ട് ബലൂണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 12 പേര് കയറുന്നതാണ് ഒരു ബലൂൺ. ഈ 12 പേര് ഈ ബലൂണിൻ്റെ ഇതിനകത്ത് കയറി, പെട്ടിക്കകത്ത് കയറിയിരുന്നു, ആകാശത്ത് പൊങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം അവിടെ നിന്നുകൊണ്ട് ഈ മൃഗങ്ങളെ കാണാം. കാരണം 360 ഡിഗ്രിയിലാണല്ലോ നമ്മൾ കാണുന്നത്. പക്ഷേ 100 കണക്കിന് പറഞ്ഞാൽ പോരാ, 1000 വിവിധ തരം മൃഗങ്ങൾ. ഈ ആനയൊക്കെ ഉള്ളു മര്യാദ കാണാൻ പറ്റുന്നത്, ബാക്കി സിംഹത്തിനെയൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടുപോലെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവയൊക്കെ ഒന്നിച്ചിങ്ങനെ ഈ ആഫ്രിക്കൻ സഫാരി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ള എല്ലാം ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കണ്ടിട്ടുള്ളതും പേരറിയാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മൃഗങ്ങൾ, പന്നികൾ തന്നെ പല രൂപത്തിലുള്ള പന്നികളുണ്ടെന്നുള്ളതാണ്. തേറ്റയുള്ള പന്നിയുണ്ട്, സാധാരണ പന്നികളുണ്ട്, പിന്നെ മുള്ളംപന്നിയൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടെങ്കിലും മ്യൂസിയത്തിലുള്ള കുഞ്ഞൻ പന്നികളിൽ ഇത് മുള്ളംപന്നിയൊക്കെ കണ്ടാൽ നമ്മൾ ഓടും. ഏകദേശം 1.5 അടി നീളമുണ്ട് അതിൻ്റെ മുള്ളിന്, അത്ര വലിപ്പമുള്ള മുള്ളോട് കൂടിയ മുള്ളംപന്നിയാണ് അത്. അന്നേരം ആര് യാത്ര പോയാലും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയാൽ ഈ ഹോട്ട് ബലൂൺ ഒന്ന് യാത്ര ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ അസാധാരണമായ കാടിൻ്റെ കാഴ്ച കാണാൻ കഴിയുന്നു. അപ്പോൾ നിങ്ങൾ കാടിൻ്റെ കാഴ്ച കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ള ഇന്ത്യൻ കാടിൻ്റെ കാഴ്ചകൾ കാണുന്നു എന്ന് തോന്നരുത്. ഈ തമിഴ്നാട്ടിൽ ചെന്നാൽ പല സ്ഥലങ്ങളിലും പുളിമരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടില്ലേ, അതുപോലെ അക്കേഷ്യ എന്ന് പറയുന്ന മരങ്ങളും മാത്രമാണ് സത്യത്തിൽ അവിടുത്തെ കാടുകളിലുള്ളത്. അതാകട്ടെ ഒരു 25-30 മീറ്റർ അകല വീതമാണ് ഈ കാടുകളിലെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ മൃഗങ്ങളെയെല്ലാം വളരെ വളരെ കൃത്യമായി വ്യക്തതയോടുകൂടി കാണാൻ കഴിയുന്നു എന്നുള്ളൊരു സവിശേഷതയും ഈ യാത്രകളിൽ നമുക്കുണ്ടായി. ഇന്ത്യൻ കാടുകളിൽ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടോ? ഉണ്ട്. ഇവിടെ
ബന്ദിപ്പൂർ, ഓക്കെ. പിന്നെ വയനാട്, ആ ആ. പിന്നെ മസനഗുഡി. അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടായിട്ടുണ്ട്? അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് ഞങ്ങൾ മസനഗുഡിയിൽ കാട് കാണാനായിട്ടുള്ള യാത്ര, ആദ്യത്തെ വണ്ടിയാണ് ഞങ്ങളുടേത്. അതിങ്ങനെ പോകുമ്പോൾ കാട്ടിൽ കുറേ ആനകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇവിടുന്ന് കയറുമ്പോഴേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആഹ്ലാദ ശബ്ദങ്ങളോ അലറി വിളിക്കലോ ഒന്നും ഉണ്ടാകരുത്, വർത്തമാനം പറയുന്നത് തന്നെ കഴിയുന്നത് ഒഴിവാക്കണം, കാരണം ഈ വൈൽഡ് ലൈഫാണ്, അവർക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അന്നേരം ഒരു കൂട്ടം ആനകൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ മണ്ണ് വാരിയിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ഞങ്ങളുടെ വണ്ടി അങ്ങോട്ട് ചെല്ലുന്നത്. ഞങ്ങളുടെ വണ്ടി കൊണ്ട് ഇങ്ങനെ റോഡിൽ നിർത്തി. അന്നേരം ആനകൾ ഒരിത്തിരി അപ്പുറത്തോട്ട് നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് അതിനകത്തിരുന്ന കുട്ടികൾക്കൊന്നും സഹിച്ചില്ല. അവർ വിളിച്ചു പറഞ്ഞു അമ്മ 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 എന്ന് പറഞ്ഞിട്ട് വേണ്ട വിളി. ഈ ചങ്ങാതികളിങ്ങനെ നടന്നിങ്ങ് വന്ന് വളരെ ദൂരം ഞങ്ങളുടെ നല്ല പാണ്ഡിത്യമുള്ള ഡ്രൈവർ വണ്ടി പുറകോട്ട് ഓടിച്ചു ആരും ബഹളം ഉണ്ടാക്കണ്ട, പേടിക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം റിവേഴ്സിൽ കുറേ ദൂരം ഓടിച്ച് ആന ശാന്തമായി അങ്ങോട്ട് പോയി. ഞങ്ങൾ വണ്ടി തിരിച്ച് വീണ്ടും ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വീണ്ടും കാടിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇങ്ങനെയും അനുഭവങ്ങളുണ്ട്. ശബ്ദം സൈലൻ്റ് ആയിരിക്കണമല്ലോ വൈൽഡ് ലൈഫ് ഫോട്ടോ? പരമാവധി ഇതായിരിക്കണം, മണം അടിച്ചുകൊണ്ടുള്ള വേഷമൊന്നും ഇട്ടുണ്ട് ഇത്. അന്നേരം ഈ പ്രശസ്ത ഈ വന്യ ലൈഫ് ഫോട്ടോഗ്രാഫർ മാതൃഭൂമിയുടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, കാടിൽ അവർ ഒരു ദിവസം നിങ്ങളെ സഹിക്കും, അടുത്ത ദിവസം നിങ്ങളെ സഹിക്കത്തില്ല. പിന്നെ ദൂരെ ഇരിക്കുമ്പം തന്നെ അവർക്ക് മണം കിട്ടും. പിന്നെ മലയണ്ണാനെ പോലെയുള്ള ജീവികളുണ്ട്, മലയണ്ണൻ, കുരങ്ങ്, ഇവയൊക്കെയാണ് സത്യത്തിൽ അവിടുത്തെ മെസ്സഞ്ചർമാർ. അവർ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരുടെ അല്ലാത്ത ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു പ്രത്യേക ശബ്ദത്തിൽ ഒരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദങ്ങളൊക്കെ ഇത് ഇപ്പോൾ ഗവിയിൽ പോയപ്പോൾ ഞങ്ങളത് മനസ്സിലാക്കിയിരുന്നുണ്ട്. ഞങ്ങൾ അന്ന് ഗവിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ആണ് ഞങ്ങളെ കൂടെ വന്നത്. അന്നേരം അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. കാട്ടിലൊക്കെ ഇറങ്ങി യഥേഷ്ടം നടക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ പോയപ്പോൾ ഒരു മലയണ്ണൻ ഒരിടത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ ക്യാമറയൊക്കെ പൊക്കി ഓടി. അതിലും നല്ല രസമുണ്ട്. എന്നിട്ട് അവർ ചോദിച്ചു അത് കൊള്ളാം, നല്ല ഓട്ടമൊന്ന്. അത് പോകുന്നതിന് മുമ്പ് ചെല്ലണ്ടേ, ചെന്ന് ഇതിൻ്റെ വിവിധ തരത്തിലുള്ള ഫോട്ടോകളെടുത്ത്. അന്നേരം ഒരു സെക്ടർ എത്തിയപ്പോൾ ഇങ്ങനെ ആളുകൾ കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്ക് അത് മരത്തിൻ്റെ മുകളിൽ നല്ല ഉയരത്തിലേക്ക് കയറി നിന്നിട്ട് പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊക്കെ ഇങ്ങനെ സ്ഥിരം ചെല്ലുന്ന ആളുകളാണെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് അവ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾക്ക് കുറേ കാഴ്ചയൊക്കെ തന്നിട്ട് അടുത്ത് നിന്ന് കായക്കളൊക്കെ പറിച്ച് നമുക്ക് സന്തോഷകരമായ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള അവസരം തന്നു. ഒറ്റപ്പൊക്കെ അങ്ങ് പോയി. അത് കാട്ടിൽ പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് ഒരു അനുഭവമാണ്. പിന്നെ ഈ അന്ന് ഞങ്ങൾക്ക് ഈ ഒരു കടുവയെ കാണാമെന്നുള്ളൊരു ഭാഗ്യമൊക്കെ ഞങ്ങൾ കിട്ടിയെങ്കിലും കാണാൻ പറ്റിയില്ല. അവിടെ ഈ നമ്മുടെ കൂടെ വരുന്ന ഗൈഡാണ് പലതും നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടുത്തെ ചില ജീവികളുടെ ചേഷ്ടകൾ കണ്ടിട്ടാണ് ഇന്നതൊക്കെ ഉണ്ടാകുന്നതെന്ന് അവർ കണ്ടുപിടിക്കുന്നത്. ഉദാഹരണത്തിന് ഞങ്ങളിങ്ങനെ പോയി കണ്ടിട്ട് പകുതി ദൂരം പിന്നിട്ടപ്പോൾ കുറേയേറെ മാനുകൾ അതിൻ്റെ വാലിങ്ങനെ ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. സാറിന് ഞങ്ങൾ മാനിനെ കാണുമ്പോൾ വാല് താഴെ കിടക്കുകയായിരിക്കും. ഇതെല്ലാ മാനുകളും ഒരുപോലെ വാല് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ശ്രദ്ധയോടുകൂടി എന്തോ ഒരു ഇത്. അന്നേരം ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ ഇത് എന്തോ ആക്രമിക്കാൻ വരുന്നുണ്ട്, ഒന്നുകിൽ വൈൽഡ് ഡോഗ് ആയിരിക്കും, അല്ലെങ്കിൽ കടുവയോ പുലിയോ ആയിരിക്കും. ഇത് വരുമ്പോഴാണ് സാറിന് ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾ ഏകദേശം അവിടെ ഒരു 40 മിനിറ്റ് കാത്തു നിന്ന് അവയുടെ ഒരു ഇത് വേണ്ടി പുള്ളി ബൈനക്കുലറിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു എവിടെയോ ഒരു അനക്കമൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഒന്നിനെയും കാണുന്നില്ല. അന്നേരം കൂടെ വന്ന എല്ലാ വണ്ടികളും അവിടെ നിർത്തി, ഞങ്ങൾക്ക് പുറകെ വന്ന വണ്ടികളെല്ലാം അവിടെ നിർത്തി കാത്തു നിന്ന് 40 മിനിറ്റ് അവിടെ നിന്നു എന്നല്ലാതെ ഇത് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞങ്ങൾ വയനാട്ടിൽ ഇത് പോയപ്പോൾ ഞങ്ങളുടെ മുന്നേ പോയ വണ്ടിക്കാർ കടുവ മരത്തിലിരിക്കുന്ന കണ്ടു പോയി. ഞങ്ങൾ ചെന്നപ്പം കടുവ വന്നിരുന്നു എന്നുള്ള തെളിവായിട്ട് ഫുട് പ്രിൻ്റ് ഇട്ടിരുന്നു. ഞാൻ എൻ്റെ ഫുട് പ്രിൻറ്റിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോരുന്നുണ്ട്. ഫുട് പ്രിൻ്റിൻ്റെ ഫോട്ടോ എപ്പോഴും ഞാനൊരു ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട്. കാരണം അന്ന് അവിടെ കടുവയുടെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഉണ്ട്, എടുക്കാൻ പറ്റിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. കുറേ ജീവികളുടെ ഇങ്ങനെ കുറേ ഫോട്ടോകൾ. ഇത് ഒരു പ്രത്യേക രീതിയിലാണ്. കാരണം ഇത് കാട്ടുപോത്തിൻ്റെയൊക്കെ മനോഹരമായ ഫോട്ടോകൾ സൈലൻ്റായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നല്ല അക്രമകാരികളായിട്ടുള്ള ഇതുമുണ്ട്.
ഞങ്ങൾ കർണാടക ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ കടക്കുന്ന സമയമായപ്പോൾ ഒരനക്കം കേട്ടിട്ട് ഡ്രൈവർ പറഞ്ഞ് എന്തായാലും നിൽക്ക്, എന്തെങ്കിലും ഒരു സ്കോപ്പ് വേണമെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ കാണാൻ ഒരു ഗടാഗടിയൻ ഒരു കാട്ടുപോത്ത് ഇങ്ങനെ എഴുന്നേക്കുന്നു. അന്നേരം ഞാൻ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് ഓടി വെളിയിലോട്ട് ഇറങ്ങി ഒരു സ്നാപ്പേ എടുക്കാൻ പറ്റുള്ളൂ. ആ സ്നാപ്പ് എടുത്തപ്പോഴത്തേക്ക് ഡ്രൈവർ വിളിച്ചു പറഞ്ഞു ഓടിക്കോ, അതാ അവൻ്റെ ആ റോഡിലോട്ട് കയറി ഇന്ന്. ഞാൻ നോക്കിയപ്പോൾ അടുത്ത ഷോട്ട് എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവൻ്റെ വലിയ മുന്നിലെ കാല് റോഡിലായി. ഞാൻ ഓടി വണ്ടിയിലേക്ക് കയറിയപ്പോഴത്തേക്ക് അത് നേരെ വണ്ടിയെ ലക്ഷ്യമാക്കി അത് ഓടി വന്നു. അത് രാവിലെ എൻ്റെ ഭക്ഷണം കഴിക്കുന്നതിനെ ഉപദ്രവിക്കാൻ ചെല്ലുന്നു എന്നുള്ള ധാരണയിലായിരിക്കും അതങ്ങനെ വന്നു. ഇങ്ങനെ നമ്മൾ ഈ ഫോട്ടോ എടുക്കാൻ പോകുമ്പം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മിക്കവാറും അതിൻ്റെ ദർശനത്തിൽ പെടാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ വട്ടം അടിക്കുന്ന രീതിയിൽ ചെയ്യരുത്. അത് കൊല്ലത്തെ ചെന്തരണിക്കാട്ടിൽ ഒരു ബോട്ടിങ്ങിന് പോയപ്പം ഇതുപോലൊരു അനുഭവം എനിക്കുണ്ട്. എന്നാന്ന് വെച്ചാൽ ഈ പടിഞ്ഞാറുന്ന് അടിക്കുന്ന വെയിൽ എൻ്റെ ക്യാമറയുടെ ലെൻസിൽ തൊട്ടിട്ട് ഒരു കാട്ടുപോത്തിൻ്റെ കണ്ണിലടിച്ചിട്ട് അതൊന്ന് തിരിഞ്ഞു നിൽക്കുന്നൊരു ചിത്രം. എന്തായാലും എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ കൂടെയുള്ള ദേഷ്യം തീർത്താണെങ്കിൽ ആ തിരിഞ്ഞിങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ. അതിന് ഞാൻ അങ്ങനെ ഒരു കാഴ്ചയും ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഒരു ചിത്രം നല്ല രസമുള്ളതാണ്. കാരണം ഒരു പോത്തെന്ന് വിളിക്കണോ എരുമെന്ന് വിളിക്കണോ എന്ന് പറഞ്ഞ് ഇവിടെ കുളിച്ചോണ്ട് കുളിക്കുകയായിരുന്നു. അന്നേരം ഞങ്ങളെ ബോട്ട് കണ്ടുകൊണ്ട് ഇവനെ കരയെ കയറിയിട്ട് ഈ ബോട്ട് പോയോന്നറിയാനായിരിക്കും അതിങ്ങനെ തിരിഞ്ഞു നോക്കുന്നൊരു അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അന്ന് ഞാനത് വാട്സാപ്പിൽ ഈ ഫേസ്ബുക്കിലിട്ടപ്പോൾ എൻ്റെ ഈ ഇത് കൊടുത്തതാണ്, ഒന്ന് കുളിക്കാനും സമ്മതിക്കത്തില്ല എന്നായിരുന്നു ഞാനതൊരു ക്യാപ്ഷൻ കൊടുത്തത്. അങ്ങനെ ഈ വൈൽഡ് ലൈഫിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു പോകണം. ഈ കളർഫുൾ ഡ്രസ്സുകൾ കഴിയുന്ന ഒഴിവാക്കണം. ഈ കാടിനോട് ചേരുന്ന തരത്തിലുള്ള വേഷങ്ങൾ ഇട്ടുകൊണ്ട് പോകണം. പിന്നെ അട്ടയൊന്നും കടിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ ഗംബൂട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ സാനിറ്റൈസർ, ലൈറ്റർ, പിന്നെ പുരട്ടാനുള്ള ചുണ്ണാമ്പോ ഉപ്പോ ഒക്കെ കരുതിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇതിന് പോകുമ്പം. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ പാലക്കാട് പോയായിരുന്നു, ശിരുവാണി പോയി അട്ട കടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓടിക്കും പോരുന്നു. പിന്നെ പോകുന്നില്ല എന്ന് വെച്ചു. ചെറിയ മഴയും തുടങ്ങി, വേണ്ടെന്ന് വെച്ചു. ശിരുവാണി കാടുകളിൽ കാണാൻ. അന്നേരം ഞാൻ ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു ഒന്നും കാണത്തില്ല, പേടിക്കണ്ട, ഈ മഴ പെയ്തുകൊണ്ട് ഒരെണ്ണവും പുറത്തിറങ്ങത്തില്ല. പിന്നെ വെറുതെ അപ്പോഴത്തേക്ക് തന്നെ ഒരു 3-4 അട്ട കടിച്ചു കഴിഞ്ഞു ഇവിടെ വരെ എത്തി എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞില്ല. ഇവിടെ ഇങ്ങനെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടപ്പോഴാണ് സംഭവം ഇവിടെ എത്തിയെന്ന് ഞാൻ അറിയുന്നത്. ഒരു പാട്. മോളി ചോദിച്ചു അച്ഛ എന്ത് വെച്ചാ ഇത്? ഞാൻ പറഞ്ഞു മോളെ മറ്റേ ചങ്ങാതി വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ഒരു പേടിയാണ്, ടെൻഷനാണ്. അത് ഈ അശുദ്ധ രക്തം കുടിക്കുന്ന ഒരു സാധനമാണ്. മാത്രമല്ല നമ്മുടെ വൈദ്യശാസ്ത്രത്തിൽ അതിനെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് അതിന്. ഇങ്ങനെ വൈൽഡ് ലൈഫിന് പോകുമ്പോൾ ഇത് ചെയ്യണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണമെന്നുള്ളത്, ഒന്ന് ഷട്ടർ ശബ്ദമില്ലാത്തതാക്കണം, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഏത് ഒരു പക്ഷിയാണെങ്കിലും ഒരു മൃഗമാണെങ്കിലും ഇത് അനങ്ങും ചാടും എന്നൊരു മുൻവിധി നമുക്ക് വേണം. അങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകും. പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ആണ്. കാരണം എനിക്ക് ദുബൈയിലൊരു അനുഭവമുണ്ട്, രാജഹംസം. അന്നേരം അതിനെ അവിടെ വളർത്തുന്നൊരു കേന്ദ്രമുണ്ട്. പക്ഷെ ആ വളർത്തുന്ന കേന്ദ്രത്തിൽ നിന്ന് മാറി ഒരു അരുവിയുണ്ട്. അവിടെ പോയാൽ നമുക്ക് ഇതിൻ്റെ ഒറ്റപ്പെട്ട മനോഹരമായ ഫോട്ടോ കിട്ടുമെന്ന് പറഞ്ഞപ്പം ഞാനും സണ്ണിലായും മക്കളും എല്ലാം കൂടെ അതൊക്കെ ഞങ്ങളുടെ വണ്ടിക്കകത്ത് കയറി അവിടെ പോയി. അവിടെ ഒരു ഹട്ടുണ്ട്. ഹട്ടിൽ കുറേ ആളുകൾ അവിടെ ഇരിപ്പുണ്ട്. അന്നേരം ഞങ്ങൾ ചെന്നിട്ട് അന്നേരം ഈ വേറെ കുറേ പക്ഷികളുണ്ട്. ഇവർ ഒരു 2 പക്ഷികൾ ഇങ്ങനെ നല്ല വേഗത്തിൽ ഓടി വരുന്നു. അന്നേരം ഓരോ ഷോട്ടുകളും ഞാൻ എടുത്ത് അതിൻ്റെ ഓടി വരുന്നത് നല്ല രസമുള്ള ആണ്. ഫ്ലമിംഗോ പേര് ഇടയ്ക്ക് മറന്നു വരുന്നുണ്ട്. ഫ്ലമിംഗോ ഓടി വരുന്നു. അന്നേരം പറഞ്ഞ് അച്ഛാ ഇതൊക്കെ എല്ലാവരും എടുക്കുന്ന ഫോട്ടോ അല്ലേ? ഞാൻ പറഞ്ഞു നിൽക്കും മോളെ, യു പ്ലീസ് വെയിറ്റ്. അങ്ങനെ അവിടെ ഇരുന്നു 1.5 മണിക്കൂർ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വിവിധ കിളികളെ കണ്ടിട്ട് ഈ ഓടി വന്ന 2 ഫ്ലമിംഗോ ഇങ്ങനെ ഹൃദയം തീർക്കുന്ന ചിത്രം ഞാൻ എടുത്ത് ഞാനത് ഫേസ്ബുക്കിലിട്ടിരുന്നു. അത് ചുണ്ടുകൾ കൊണ്ടിങ്ങനെ ഹൃദയം തീർത്ത് നിൽക്കുന്ന ചിത്രം 1.5 മണിക്കൂർ കാത്തിരുന്നിട്ട് എടുത്തതാണ്.
അത് എപ്പോഴും കാണുമ്പോഴും ഒരു സന്തോഷമാണ്. കാരണം അന്നേരം നമ്മൾ അവിടെ കണ്ട മറ്റു കുറേ കൊക്കുകളും അതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തത്. ഇതൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ പിന്നെ ഇത് വിവിധ ആംഗിളുകളിലേക്ക് മാറ്റി. ആ ആംഗിളുകളെല്ലാം ഞാൻ പടം എടുത്തു. പക്ഷേ ഈ ആംഗിളാണ് ഇങ്ങനെ ഇത്രയും കാത്തിരുന്ന് കിട്ടിയത്. അതിലിപ്പോഴും മോള് പറയും, അച്ഛാ നമുക്കിങ്ങനെ ഇച്ചിരി നേരം ഇരിക്കുക അച്ഛാ, കുഴപ്പമില്ല, നല്ല സാധനങ്ങളൊക്കെ കിട്ടും. കണക്ക് സിംഹങ്ങൾ, ഞങ്ങൾ ഈ ആഫ്രിക്ക യാത്രയിൽ സിംഹങ്ങളിങ്ങനെ വെറുതെ ഒരിടത്ത് ഇരിക്കുന്നു. അന്നേരം ഒരു സംശയം ഞങ്ങൾ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത് പറഞ്ഞ് വണ്ടി കുറച്ചുകൂടെ അടുപ്പിക്കാൻ പറഞ്ഞു. വണ്ടി കുറച്ചുകൂടെ അടുപ്പിച്ചിട്ട് ഞങ്ങൾ ബൈനോക്കുലറിലോട്ട് നോക്കിയപ്പോഴാണ് അവൻ സീബ്രയെ പിടിച്ച് തിന്നിട്ട് ഇങ്ങനെ വിശ്രമിക്കുകയാണ്. എന്നിട്ട് വേറെ ചില കക്ഷികൾ വന്നിട്ട് കുറച്ച് തിന്നുന്നുണ്ട്. ഇവർ 2-3 പേരിങ്ങനെ തിന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കുകയാണ്. അങ്ങനെ പിന്നെ സൂം ചെയ്ത് നോക്കിയപ്പോൾ കാണാൻ ഉണ്ട് ഇങ്ങനെ സീബ്ര ലൈനോടുകൂടി ആ പടവും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കാണാം ഒരുത്തൻ, ഒരു പുലി ഒരു മാനയും പിടിച്ചും കൊണ്ട് മരത്തിൽ കയറുന്നു. ഈ പുലിയേക്കാളും ഭയങ്കര, ഫോട്ടോ എൻ്റെ കയ്യിലാണ് ഞാൻ കാണിക്കും, ഈ പുലിയേക്കാളും വലിയ ഭാരമുള്ള ഇതിനെയും കുടിച്ചുകൊണ്ടാണ് ഈ ചങ്ങാതി കയറുന്നത്. എന്നിട്ട് മരത്തിൻ്റെ കൊണ്ടുവച്ചിട്ട് അളിയൻ കൂളായിട്ട് അവിടെ ഇരുന്നിട്ട് ആരെങ്കിലും കൊണ്ടുവന്നൊക്കെ നോക്കിയതിന് ശേഷം തീറ്റി തുടങ്ങി. ഈ ഹൈനകളെ കണ്ടു. ആ ഹൈനകളുടെ പേര് മറന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയാതെ കളറുള്ളതെന്ന് ഞാൻ പറഞ്ഞത്. ഒരു ഇതിന് പോയപ്പോൾ ഈ നമ്മളെ ഈ ഗോൾഡൻ കളറിലെ ഹൈനകളെയാണ് നമ്മൾ സാറിനെ കണ്ടിട്ടുള്ളത്. എന്നാൽ വെള്ള നിറത്തിലുള്ള ഹൈനകളെ ഞങ്ങളവിടെ കണ്ടു. വെള്ള സ്പോട്ട്, കറുത്ത സ്പോട്ടും വെള്ള നിറത്തിൽ കറുത്ത സ്പോട്ടുള്ള ഹൈന കണ്ടു. അത് ഞങ്ങൾ അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോകുന്ന സമയത്താണ് ഇത് വന്ന് ഇങ്ങനെ റോഡിൽ നിന്നിട്ട് ഒരു കുക്കിനെ പിടിച്ചിട്ട്, അത് ചത്ത് കിടന്നതാണ്. ഹൈന തന്നെ ആക്രമിക്കത്തില്ലെന്ന് പറയുന്നത് ശരിയല്ല. കാരണം അവിടെ ഹൈന പലതിനെ ആക്രമിക്കുന്നത് ഞങ്ങൾ നേരിൽ കണ്ടതാണ്. തിന്നതിൻ്റെ ബാക്കി തിന്നുമെന്നാണ് ഹൈനയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഞങ്ങളവിടെ കണ്ടത് ആക്രമിക്കുന്നത്. അവിടെയും ഫ്ലമിംഗോയുടെ ഒരു തടാകമുണ്ട്. അവിടെയും കുറേ നല്ല ഫ്ലമിംഗോ മാത്രമല്ല ഒട്ടേറെ പക്ഷികളുടെ ഒരു വലിയൊരു ഇതുണ്ട്. പിന്നീട് അവിടുത്തെ ഈ ആരോ പറഞ്ഞ കണക്ക് അതിൻ്റെ ഒരു ഭംഗി, ഈ 360 ഡിഗ്രി കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ഈ മസായിമാരയിൽ ചെന്നപ്പോൾ അവർ ഹോട്ടൽ മസായിമാരയിലെ അവിടുത്തെ പരമ്പരാഗത ആഫ്രിക്കക്കാരുമായിട്ട് നമ്മൾ നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യണം. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് അവരുടെ ഈ ജീവിത രീതി. നമ്മളിവിടെ ഗുളികയൊക്കെ കഴിച്ച് ശക്തരാകാൻ ശ്രമിക്കുമ്പോൾ ഒരു 6.5 അടി നീളമുള്ള ഈ ചങ്ങാതികൾ, അവരുടെ വയസ്സൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ഈ 60 വയസ്സുള്ള അവിടുത്തെ മസായിമാരയിലെ ഈ മസായി വർഗ്ഗക്കാരുമായിട്ട് അവരോടൊപ്പം നൃത്തം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എൻ്റെ കൊച്ചുമോന് പോലും കഴിഞ്ഞില്ല. 17 വയസ്സുള്ള അവന് പോലും അവരുടെ ഉയരത്തിൽ ചാടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ ഒറ്റ പ്രാവശ്യം അവർ ഒരു പ്രത്യേക രീതി ചാടിയാണ്. അവരുടെ നൃത്തത്തിൻ്റെ പ്രത്യേക ഒരു വടി അവർ വെച്ചിട്ടുണ്ട്. ആ വടിക്ക് ഒരു സവിശേഷതയുണ്ട്, അവർ ബഹുഭാര്യത്വമുള്ള ആളുകളാണ് അവിടെ. അന്നേരം വീട്ടിൻ്റെ മുമ്പിൽ ഈ വടി വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ആരും ചെല്ലാൻ പാടില്ല. അവരുടെ ഭർത്താവ് പോലും അങ്ങോട്ട് ചെന്നുകൂടാ. അതാണ് അവരുടെ ഒരു സംവിധാനം. അവർ വീടൊക്കെ കണ്ടു. ചെളിയും മരങ്ങളും ഒക്കെ കൊണ്ടാണ് വീടുണ്ടാക്കിയിരിക്കുന്നത്. അവർ ചോറും ധാന്യം കൊണ്ടുള്ള ഒരു വസ്തുക്കളും കഴിക്കത്തില്ല. അവർ മാംസവും, വേവിച്ച മാംസവും പച്ചമാംസവും, പിന്നെ അവരുടെ ഈ ലിക്വിഡ് എന്ന് പറയുന്നത് ഈ രക്തവും മോര്, പാല് ഇതൊക്കെയാണ്. അതിനു വേണ്ടി അവർ ധാരാളം ആടുകളെ അവിടെ വളർത്തുന്നുണ്ട്, പശുക്കളെ, ആടുകളെ അവർ വളർത്തുന്നുണ്ട്. അതിങ്ങനെ ഓരോരോ ലോബിയായിട്ടാണ് അവർ വളർത്തുന്നത്. ഇതിനെയാണ് അവർ കഴിക്കുന്നത്. പിന്നെ അവിടുത്തെ ഈ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് അസാധ്യമാണ്. പിന്നെ ഇവരുടെ ഈ ആരോഗ്യം അങ്ങനെ അവർ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ള അറിയാനൊക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞ ഒരു കൗതുകത്തിനൊന്ന് പിടിച്ചു നോക്കിയതാണ്. ഏതാണ്ട് നമ്മളൊരു നല്ല ബലമുള്ള ഒരു തേക്കിൻ്റെ കമ്പിൽ പിടിക്കുന്ന പ്രതീതിയാണ് അവരുടെ കയ്യിൽ പിടിക്കുമ്പോൾ. ഒരു മുതത്വവും ഇല്ല എന്ന് മാത്രമല്ല, നമ്മളൊന്ന് ഇത്തിരി ഒന്ന് കൈകൊന്ന് ബലം പ്രയോഗിക്കാൻ ഒക്കുന്നില്ല. അല്ലാതെ അവർ സ്നേഹത്തോടു കൂടി നമ്മൾ പിടിച്ചിട്ടും നമ്മൾ ഈ പഞ്ചഗുസ്തിക്ക് വേണ്ടി പിടിക്കുന്നതാണ് കാണാൻ അവർ പിടിക്കുന്നത്. അവരുടെ സ്നേഹത്തോടുള്ള ഒരു പിടി പോലും അത്ര ബലിഷ്ഠരാണ്. പിന്നെ അവരെല്ലാം തന്നെ ഇങ്ങനെ ഈ നൃത്തം ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കും. നമ്മളൊരു ആളെന്നൊക്കെ ഒരു $16 വീതം കൊടുക്കണം അവർ. അതാണ് ഞങ്ങൾ ഒരു ബാച്ച് ഉണ്ടായിരുന്നത്. ഞങ്ങൾ എല്ലാവരും കൊടുക്കണം പൈസ. അതാണ് അവരുടെ ഒരു സന്തോഷം. പിന്നെ അവർ അവിടെ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ വേണമെങ്കിൽ തരും. എന്തായാലും ഞങ്ങൾ ഈ വെജിറ്റേറിയൻ പാർട്ടികൾ ആയിരുന്നുകൊണ്ട് കൂടുതലും അതൊന്നും ഞങ്ങൾ രുചിക്കാൻ നിന്നില്ല ആണ് ചെയ്തത്. പിന്നെ അവിടെ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ 90കളുടെ
വികസനം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അവിടുത്തെ പട്ടണങ്ങളിൽ പോലും 90% വികസനമാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം അവിടെ എവിടെ നോക്കിയാലും പിന്നെ റോഡുകളെല്ലാം വളരെ സ്ട്രൈറ്റ് ആണ്. കാരണം 20 കിലോമീറ്ററൊക്കെ കിടക്കുന്ന ഒറ്റ സ്ട്രൈറ്റ് റോഡുണ്ട്. സ്ഥലം ഒരുപാടുണ്ടായിരുന്നു. സ്ട്രൈറ്റ് റോഡുകളാണ്. കാരണം വളയും തിരിയൊന്നും വേണ്ട, ഓടിച്ചങ്ങ് പോയാൽ മതി. റോഡുകളൊക്കെ കുറച്ച് ചെറുതാണെങ്കിൽ പോലും ഇതാണ്. അതുപോലെ പിന്നെ റോഡ് ഞങ്ങൾ കണ്ടത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. ലാസ് വെഗാസിലേക്ക് പോകുമ്പോൾ ഈ പസഫിക് നദിയുടെ തീരത്തൂടെ ഒരു റോഡുണ്ട് ഇതുപോലെ. വലിയ രസമാണ്. കാരണം നമ്മൾ പരവൂരൊക്കെ പോകുന്ന കണക്ക് തോന്നും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ താന്നി കൂടെ പോകുന്ന ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ ഇതും ഈ ഇടത് സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കന്നുകാലികളെ വളർത്തുന്ന സ്ഥാപനങ്ങളും കുതിരലായങ്ങളും കുതിരകളും കൃഷിയിടങ്ങളും ഒക്കെ നിറഞ്ഞ കുന്നുകളും ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു വളരെ രസകരമായൊരു കാഴ്ചയാണ്. ഏതാണ്ട് 90 മൈലുണ്ടെന്നുള്ളതാണ് ഈ യാത്ര. വളരെ രസകരമായ യാത്രയാണ്. ഈ കടലും ഇതും കണ്ടുകൊണ്ടിങ്ങനെ പോകുമ്പോഴാണ് പോകുന്ന വഴിക്ക് തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് നിന്ന് നമുക്ക് കാണാം. അവിടെ ഈ കടലാനകളൊക്കെ കൂട്ടത്തോട് കേട് കിടക്കുന്നു. നമ്മളൊരു കടലാനയൊക്കെ കണ്ട സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ എന്താ പറയുന്നത് മീൻ കയറി കിടക്കുന്ന കണക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ സുഖസ്വസ്ഥമായിട്ട് ഫോട്ടോ എടുക്കാൻ പാകത്തിലൊക്കെ ഇങ്ങനെ നിന്ന് തരികയൊക്കെ ചെയ്യുന്നു. നല്ല രസകരമായിട്ട് നല്ല അനുഭവങ്ങളായിരുന്നു. 20ഓളം സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ 20ഓളം സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയ ഇവിടെ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഭയങ്കര വ്യത്യസ്തമാണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു സ്ഥലം ഏതാണ്? ഇപ്പം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം നിലനിൽക്കുന്നു. ഭാഷാപരമായി മാത്രമല്ല, കാലാവസ്ഥയ്ക്കുണ്ട് വ്യത്യാസം, അവരുടെ ആളുകളുടെ പെരുമാറ്റങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അത് നേരെ കർണാടകയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് മറ്റൊരു ആംബിയൻസാണ്. കർണാടകയിൽ ചെല്ലുമ്പോൾ നമ്മൾ മുരുടേശ്വരിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾ ജോഗ്ഫാളിൽ എത്തുമ്പോഴത്തേക്ക് അവിടെയുള്ള ആളുകൾ പ്രത്യേക രീതിയിലാണ്. കാരണം നമ്മൾ കേരളം നിർമ്മിച്ച ചങ്ങാതി ഗോകർണത്തെന്ന് മറ്റേ സാധനം പറഞ്ഞു എന്നാണല്ലോ. അങ്ങനെ ഈ ഗോകർണത്തെത്തുമ്പോൾ അവിടെ മലയാളമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളും ഒരു പ്രത്യേക രീതിയിലുള്ള ലാൻഡ്സ്കേപ്പ് വ്യത്യാസം തന്നെയാണ്. പക്ഷേ ഗോവയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ട ഗോവയിലെ കടൽ തീരം കാണുമ്പോൾ നമ്മൾ നിൽക്കുന്നത് വർക്കലിലാണെന്ന് തോന്നുന്നു. വർക്കലിലുള്ള ആ ഇതുണ്ടല്ലോ നമ്മുടെ പാരെന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. പാരെന്ന് പറയുന്ന ഈ ചെങ്കല്ല് കൊണ്ടുള്ള ബീച്ച് അവിടെ ഉണ്ട്. ഇവിടുത്തെ ബീച്ചിന് സമാനമായ ബീച്ച് അവിടെയുണ്ട്, ഗോവയിൽ ചെല്ലുമ്പോഴുണ്ട്. അതുകൊണ്ട് ഗോവയിൽ വേറൊരു ഇതാണ്. കാരണം ഗോവയിൽ പലപ്പോഴും രാത്രി 12 മണിക്ക് മോട്ടോർ സൈക്കിൾ ഓടിച്ചു വിടുന്ന പെണ്ണുങ്ങളെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മിക്കവാറും എല്ലാ വീടുകളിലും റോഡ് സൈഡുകളിലുള്ള എല്ലാ വീടുകളിലും സന്ധ്യയോടുകൂടി ഒരു റെസ്റ്റോറൻ്റായി മാറുകയാണ്. ഫെനി അടക്കമുള്ള മദ്യം അവിടെ കിട്ടും. വേറെ നിയന്ത്രണങ്ങളൊന്നുമില്ല. അന്നേരം കേരളത്തിൽ അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഒരു വീട്ടുമുറ്റവും നമ്മൾ ഇതാക്കുന്നില്ല. ഇപ്പോൾ ചില വീടുകളിൽ ഈ വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞ് ബോർഡ് വെക്കുന്നതല്ലാതെ സന്ധ്യയ്ക്ക് ഇങ്ങനെ ഒരു ഇതായി തീർന്ന കളർ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സംവിധാനം ഇല്ല. ഇവിടുന്ന് നേരെ മഹാരാഷ്ട്രയിലെത്തി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളെന്ന് പറയുന്ന വളരെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. കാരണം എല്ലാവരുടെ ഗുഹകൾക്ക് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ നിങ്ങൾ ഉടുപ്പ് വരണമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് ആരാധിക്കാം. ഇവിടെ ഇന്നും ആളുകൾ ചർച്ച ചെയ്യുന്നത് പൂജാരിമാരായിട്ട് പൂണൂൽ ധരിച്ച ബ്രാഹ്മണർക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഈ 12ഓളം വരുന്ന ശിവക്ഷേത്രങ്ങളിലൊരു പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് മഹാരാഷ്ട്രയിലെ ഈ ക്ഷേത്രം. ഇവിടെ നമുക്ക് നേരിട്ട് ആരാധന നടത്താം. ഇതിൽ ഇനിയിപ്പം അത് നമുക്ക് നേരിട്ട് ആരാധന നടത്താൻ കഴിയില്ല, അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല, ഉടുപ്പ് വരാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വിഗ്രഹം കാണുന്നതിന് ബുദ്ധിമുട്ടില്ല. അവിടെ ഒരു കാലിയോഡോസ്കോപ്പിക്ക് ആയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് വിഗ്രഹം നേരിട്ട് ഈ കണ്ണാടിയിലൂടെ കണ്ടിട്ട് പ്രതിബിംബം കണ്ടിട്ട് നമുക്ക് ആരാധിക്കാം. അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വ്യത്യസ്തമായൊരു സാഹചര്യമാണ്. പിന്നെ കണ്ടൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമായിട്ട് തന്നെ ഇന്ന് കാണുകയാണ്. കാരണം 2006 ഞാൻ എൻ്റെ മകളുടെ വീട്ടിൽ അമേരിക്കയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡൈനിങ് ടേബിളിൻ്റെ ഡിസൈൻ ഏതാണ്ട് 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ നിർമ്മിച്ച എല്ലോറ ഗുഹകളിൽ ഉള്ള ഒരു ഇരിപ്പിടത്തിൻ്റെ ഡിസൈനാണ്. അവിടെ ഒരു കല്യാണ മണ്ഡപം, ശിവക്ഷേത്രത്തോടനുബന്ധിച്ചൊരു കല്യാണ മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട്. ആ കല്യാണ മണ്ഡപം എന്ന് പറയുന്നത് ഒരു വലിയ പാറമലയാണ്.
ആ മലയുടെ അടിവാരത്ത് തൂണൊന്നുമില്ലാത്ത, ഒരു തൂണുകളുമില്ല, ഇല്ലാത്ത ഒരു കല്യാണ മണ്ഡപം. അതിന് കല്യാണ മണ്ഡപം തന്നെയാണ്. അതിനോട് ചേർന്നൊരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ കൊത്തുപണികളോടനുബന്ധിച്ച് വെച്ചിരിക്കുന്ന ഈ ചിത്രണം, ഈ ഡിസൈനാണ് ഈ 2006 എൻ്റെ മകളുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിൻ്റെ കസേരയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എത്ര നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ആരെയും ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ഡിസൈനുകൾ ഉണ്ടാക്കി ആർക്കിടെക്ചറൽ ഡെവലപ്മെൻറ്റ് നമുക്കിവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെ കണ്ട ബുദ്ധസന്യാസിമാരെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം അവിടെ കാണാൻ കഴിഞ്ഞു. ആ 2 നിലകളായിട്ടാണ്. താഴത്തെ നിലകളിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം പോലെ എന്ന് പറയുന്നതിന് പകരം അവിടെ ആളുകൾക്ക്, വരുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ അവർക്ക് രക്ഷകർത്താക്കൾക്ക് ഇരിക്കുന്നതിനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനുള്ള സംവിധാനമായിട്ട് വെച്ചേക്കുകയും, രണ്ടാമത്തെ നില വിദ്യാലയം പഠനമുറിയായി ഗുരുകുല ഇത് ആക്കിയിരിക്കുക. അന്നേരം ഇതിലേക്ക് കയറി പോകുന്നതിന് വേണ്ടി അവിടെ സ്റ്റെയർ കേസ് പാറയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അന്നേരം സാധാരണ നിലയിൽ നമുക്കിത് പിടിച്ചു കയറണമല്ലോ, അതിനു വേണ്ടി അവിടെ കാർവ് ചെയ്തിട്ട് നമുക്ക് പിടിച്ചു കയറത്തക്ക വിധത്തിലുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെയൊക്കെ പുത്തൻ സ്കൂളുകളിലെ പോലെ ഒരു നല്ല വരാന്ത കൂടി അവിടെ നിർമ്മിച്ചിട്ടാണ് ഈ ക്ലാസ് മുറി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 8-ാം നൂറ്റാണ്ടിൽ പോലും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ നമ്മുടെ ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്ന സംവിധാനം ഈ വാതിലുകളും വാതായനങ്ങളും വെച്ച് കൊണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമമായ തെളിവായിട്ട് ഇതിനെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഓരോ പ്രദേശത്തും അങ്ങനെ ഒരെണ്ണം ഇപ്പോൾ കേരളത്തിൽ ചോദിച്ചാൽ കാണാനില്ല. കേരളത്തിൽ ഗുഹാക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കൊച്ചു ഗുഹാക്ഷേത്രങ്ങളൊക്കെയാണ് ഉള്ളത്. അവിടുത്തെ എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രകൃതിദത്തമായ പാറകളായിരിക്കും അതിന് കാരണമായി തീർന്നില്ല. ഞങ്ങളവിടുത്തെ 36 ഗുഹകൾ സഞ്ചരിച്ചു കാണുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഒരു പൂർണ്ണ ദിവസം എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ ഇത് കണ്ടത്. വണ്ടി സൗകര്യമുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ ഗുഹകളിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ അവിടുത്തെ ഒരു ശില്പ വൈചിത്ര്യം, പിന്നീട് ഈ ബുദ്ധമതത്തെ എങ്ങനെ ജൈനമതം കടന്നാക്രമിച്ചു എന്നും ജൈനമതം എങ്ങനെ ഹിന്ദുമതം കടന്നാക്രമിച്ചു എന്നും ആ കാലഘട്ടത്തിൽ ഈ ഓരോ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ വളർച്ച, ഓരോ മതങ്ങളുടെയും വളർച്ച വരുന്ന കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന ഈശ്വരസങ്കല്പം അല്ലെങ്കിൽ സൃഷ്ടികളെയൊക്കെ നശിപ്പിച്ച് കളയുന്നൊരു സമ്പ്രദായം കൂടി ഉണ്ടായിരുന്നു എന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. രൂപങ്ങൾ പോലും മാറ്റിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗങ്ങളിലോട്ടൊക്കെ രാജസ്ഥാനിലേക്ക് എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ, ഞാൻ പോയ സമയത്ത് രാജസ്ഥാനിലൊരു ചിത്രം എന്ന് പറയുന്നത് ഈ ആളുകളൊക്കെ ഈ പാട്ട പോലത്തെ വണ്ടിയുടെ മേളിലിരുന്ന് യാത്ര ചെയ്യുന്ന കാഴ്ചയുണ്ട്. അതായിരുന്നു. പിന്നീട് ഞങ്ങൾ ജയ്പൂരിൽ നിന്ന് താജ്മഹലിലേക്ക് വരികയായിരുന്നു. താജ്മഹലിലേക്ക് ഞങ്ങൾ രാത്രിയിലാണ് സഞ്ചരിച്ചത്. 23 ലൈറ്റുകൾ മാത്രമാണ് ഈ 230ഓളം കിലോമീറ്റർ ദൂരത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് രാത്രി യാത്രയിൽ. റോഡിലെങ്ങും ആരുമില്ല, നമ്മുടെ നാട്ടിലെ കണക്കുള്ള കടകളൊന്നുമില്ല. ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് ആശ്രയിച്ച ഡബ്ബ എന്ന് വിളിക്കുന്ന കൊച്ചു കടകളെയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ തട്ടുകടയ്ക്ക് സമാനമായ കടയാണ്. എന്നിട്ട് അവിടെ കൊച്ചു ഇഡലി ഇട്ട് വെച്ചിരിക്കുന്നതും പിന്നെ ഈ അടുപ്പിനകത്ത് വെച്ചിട്ട് റൊട്ടി ഉണ്ടാക്കി തരുന്നതും വളരെ രുചികരമാണ് കേട്ടോ. ആരോഗ്യകരമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ നല്ല രുചികരമായ ഭക്ഷണമാണ് അവിടെ ഉണ്ടാക്കി തരുന്നതെന്നുള്ളതാണ്. അന്നേരം ഈ പിങ്ക് സിറ്റിയിൽ നിന്ന് നേരെ ഇവിടേക്ക് എത്തുമ്പോഴേക്ക്, ആഗ്രയിലേക്ക് എത്തുമ്പോഴേക്ക് എല്ലാ മാറ്റങ്ങളും വരികയാണ്. ആഗ്രയിലെത്തുമ്പോഴും അതനുസരിച്ചുള്ള മാറ്റമുണ്ട്. ഉത്തർപ്രദേശിലെ ആ പ്രദേശത്തിന് വേറൊരു മാറ്റമാണ്. അങ്ങനെ ഈ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും നമുക്ക് അതിൻ്റെ അനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. അവിടുത്തെ ആളുകളുടെ ജീവിത രീതി. ഇവിടെ തന്നെയാണെങ്കിൽ ഈ ആഗ്രയിൽ നിന്ന് കിട്ടിയ ഒരു പാഠമാണ്, നിങ്ങൾ ഇവിടെ കുറച്ച് തേനീച്ചയോ കടന്നലോ വന്ന് എന്തിലെങ്കിലുമൊക്കെ ഇരിക്കുകയാണ്, നിങ്ങൾ അതിനെ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല, അതിനെ അടിച്ചോടിക്കരുതോ. നിങ്ങളവിടെ നിന്ന് ചായ കുടിച്ച ഒരു പ്രശ്നമില്ല. എൻ്റെ കയ്യിലൊരു ഒരു ഫോട്ടോ ഉണ്ട്. ഈ നമ്മുടെ ഈ പാളയാണ് അവിടുത്തെ പാത്രങ്ങൾ. അവിടെ പാളപാത്രത്തിനകത്ത് അവിടെ ആഹാരം തരുന്നു. ഈ ആഗ്രയിലുള്ള മിക്കവാറുള്ള അവിടെ ഒരുപാട് മധുരപലഹാരങ്ങൾ വിൽക്കുന്ന കട. അന്നേരം ഒരു മധുരപലഹാരം വിൽക്കുന്ന കടയിൽ ചെന്നപ്പോൾ കാണാം അവിടെ ഒരു പാത്രം നിറയെ ഇതിരിക്കുന്നു,
നമ്മുടെ ഈ തേനീച്ച എന്ന് പറഞ്ഞാൽ കടന്നൽ പോലുള്ള തേനീച്ച, വലിയ തേനീച്ച ഇരിക്കുന്നു. ഞാനതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. ഞാനതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പലപ്പോഴും ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോൾ ഇത് എന്താണെന്ന് പറയാമെന്ന് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത് ഇത് ഗുളികകളാണെന്നാണ്. ഏകദേശം ഗുളികൾ പോലെ അത്രമാത്രം ഇതാണ് ഇവിടെ ഇരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ദേഹത്തൊക്കെ ഇത് എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് വന്ന് നമ്മുടെ ദേഹത്തിരിക്കും. ഒരു പറഞ്ഞ് അടിച്ചു കൊല്ലരുത്, കൊന്നാൽ പിന്നെ ഇവിടെ നിൽക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഈ ജീവികളുമായിട്ട് അവരുടെ ഒരു 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 സഹജഭാവം, ഒരു മൈത്രീഭാവം ഉണ്ടായിരിക്കുന്നു എന്നുണ്ട്. ഒരു മൈത്രീഭാവമാണ് ഉണ്ടായിരിക്കുന്നത്. സനാതനഭാവമല്ല ഉണ്ടായിരിക്കുന്നത്, മൈത്രീഭാവമാണ് ഉണ്ടായിരിക്കുന്നത്. അന്നേരം മൈത്രീഭാവമാണ് യഥാർത്ഥത്തിൽ ഈ ജീവജാലങ്ങളുമായിട്ട് അവിടെ ഉണ്ടായിരിക്കും. താജ്മഹലിൽ കുറച്ചുകൂടെ നമ്മൾ നേരത്തെയൊക്കെ പോകണമെന്ന് തോന്നുന്നു. എല്ലാ സമയങ്ങളും ഭയങ്കര തിരക്കും. തിരക്കിൽ പോയിട്ട് നമുക്കൊന്നും കാണാൻ കഴിയില്ല. കാരണം ഈ കാലിയോഗ്രാഫി എന്ന് പറയുന്ന അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ് കാലിയോഗ്രാഫി. അവിടുത്തെ കാലിയോഗ്രാഫി എന്ന് പറയുന്നത് നല്ല ഉയരത്തിലാണ് അവിടെ വാതിൽപ്പടികളെല്ലാം. പക്ഷേ നമുക്കിത് വായിക്കാൻ കഴിയുന്നത് ഒരേ അളവിലാണ് ഇരിക്കുന്നതെന്ന് തോന്നും. അത് കാലിയോഗ്രാഫിയുടെ ഒരു ടെക്നിക്കിലാണ് അത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു സവിശേഷത. പിന്നെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ കിട്ടുന്നൊരു തണുപ്പ്, അത് മാർബിളിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ നിർമ്മാണ വൈഭവമായിരിക്കും. അത് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അതൊരു സന്തോഷം നൽകുന്നതാണ്. പിന്നെ അവിടുത്തെ ജാളികളെല്ലാം ഒന്ന് നോക്കണം, ഗ്രില്ലുകൾ നോക്കണം. ഇത് മാർബിളിലാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ആ നൂറ്റാണ്ടിൽ ഇന്നത്തെ പുതിയ സാങ്കേതിക വിദ്യകളുടെ പണിയായുധങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ വളരെ കൃത്യമായി പണിഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിങ്ങനെ നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഒരേ അളവിലാണ്. ഇതുപോലെയാണ് അവിടെ പല ഗ്രില്ലുകളും പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ഗ്രില്ലിലൂടെ തന്നെ നമുക്ക് പുറമൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. വളരെ രസകരമായി നിർമ്മിച്ചിരിക്കുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഈ അവിടുത്തെ ഫൗണ്ടൻ അത് നിർമ്മിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ, പിന്നെ സാങ്കേതിക വിദ്യകളൊക്കെ മാറ്റി കാണും, എങ്കിൽ പോലും അതിങ്ങനെ കൃത്യമായ അളവിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു നിശ്ചിത സ്ഥലത്ത് നിന്നല്ലാതെ ഇത് കൃത്യമായി കാണാൻ കഴിയില്ല. അല്ലാതെ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാ ആംഗിളും കാണാൻ പറ്റില്ല. താജ്മഹലിന്റെ ബാക്കിൽ ഒരു സ്ഥലമുണ്ട്, അതായത് യമുനയുടെ കരയിൽ. പുള്ളി വേറൊരു ഇത് അതെ, ചെങ്കല്ലില് താജ്മഹൽ പണിയുന്നതിന് വേണ്ടി ചെയ്തതാണ്. അന്നേരമാണ് മോൻ അച്ഛനെ പിടിച്ച് അകത്തിട്ടത്. അവിടെ നിന്ന് കുറച്ചുകൂടെ ഭയങ്കര രസമാണെന്നാണ് പറയുന്നത്. രസമാണ്. അത് എപ്പോൾ കാണണമെന്നറിയാമോ? നിലാവുള്ള രാത്രി കാണണം. അത് ഇനിയൊരു ആഗ്രഹമാണ്. അവിടെ പോയി നിന്നിട്ട് നിലാവുള്ള രാത്രിയിൽ കണ്ടിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നിലാവുള്ള രാത്രിയിൽ അത് കാണുക. പൊല്യൂഷൻ കാരണം അത് കളറില്ല, പക്ഷെ നിലാവുള്ള രാത്രി തിളങ്ങുക എന്നൊന്നും മാത്രമല്ല, അത് നമ്മളൊരു പ്രണയത്തിൻ്റെ സ്മാരകമാണ്. നിലാവ് പ്രണയത്തിൻ്റെ ഒരു അംശമായിട്ടാണ് കവി ഭാവന. അതുകൊണ്ടാണ് യമുനയുടെ കരയിൽ ഈ നിലാവ് പൊടിയുന്ന ഒരു രാത്രിയിൽ ഈ പ്രണയത്തിൻ്റെ സ്മാരകം കാണുക എന്ന് അസുലഭമായ ഒരു സങ്കല്പമാണ്. അങ്ങനെ തന്നെ കാണുക എന്നുള്ളതാണ്. കാരണം അല്ലാതെ നമ്മൾ പലപ്പോഴും താജ്മഹൽ കാണുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും അതിൻ്റെ ഒരു സൃഷ്ടിയുടെ വൈഭവം അത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ എല്ലോറ ഗുഹകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പാറയിലുള്ള നിർമ്മാണം. ഒറ്റപ്പാറയിൽ ഒരു ഹെലികോപ്റ്ററിന് പോലും ഇറങ്ങാൻ പാകത്തിലുള്ള സംവിധാനങ്ങളോടുകൂടിയ തൂണുകൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു തൂണിൽ തന്നെ വൈവിധ്യമാർന്ന ഡിസൈനുകൾ ഉള്ള ശില്പങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു അസാധാരണമായ കഴിവാണെന്ന് പറയണം. കാരണം 8-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ആയുധങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കണം. എങ്ങനെ പണിയായുധങ്ങൾ, ആ രീതിയിലുള്ള പണിയായുധങ്ങൾ കൊണ്ട് ഇത്ര സൂക്ഷ്മ നിരീക്ഷണം നടത്തി സൂക്ഷ്മമായി ഇവയൊക്കെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാറയിൽ പണിഞ്ഞിരിക്കുന്ന ആനയാണെങ്കിലും ഒരു നിശ്ചിത ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ജീവനുള്ള ആനയാണെന്ന് നമുക്ക് തോന്നും. വാരണാസി പോയിട്ടുണ്ട്? വാരണാസി ഞാൻ പോയിട്ടില്ല. അത് ഞാൻ എം മുകുന്ദൻ്റെ ഒരു പുസ്തകത്തിലൂടെയാണ്. പിന്നെ എം ടി വാസുദേവൻ നായരുടെ വാരണാസി ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പോയിട്ടില്ല. കാരണം കുറച്ച് വൃത്തിയാണ് നമ്മളുടെ ഒരു സങ്കല്പത്തിൽ, വൃത്തിയാണ്. അവിടെ എനിക്ക് പരിചയമുള്ള ഒരു IPS ഓഫീസറുണ്ട്. അദ്ദേഹം നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കും. കൊല്ലക്കാരനാണ് പുള്ളി. എൻ്റെ ഒരു ക്ലാസ്മേറ്റിന് കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ റേഡിയോ ഇൻ്റർവ്യൂവിൽ
ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന്. തീർച്ചയായും. അപ്പം അതിൽ കുറച്ചധികം സ്ഥലങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം റോസ്മല പോലെയുള്ള സ്ഥലങ്ങൾ, പിന്നെ കൊല്ലം ജില്ലയിൽ അമ്പനാട് എസ്റ്റേറ്റ്, അതുപോലുള്ള സ്ഥലങ്ങൾ. അപ്പം അതുപോലുള്ള കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഞാൻ മിക്കവാറും ഈ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മലയാളികളുടെ ഒരു 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 മടിയായിരിക്കും ഈ യാത്രകൾ അവർ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഞാൻ വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും പോയപ്പോൾ പല രാജ്യങ്ങളുടെ ഒരു സവിശേഷത, അവർ വെക്കേഷൻ കൃത്യമായി യാത്രകൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ തിരക്ക് പിടിച്ച ജോലികൾക്ക് ശേഷം അവർ ശനി ഞായറിൽ ഏതെങ്കിലും ഒരു ദിവസം അവർ സാധാരണയായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ബ്രഞ്ചായി കഴിച്ചുകൊണ്ട് ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് അവർ യാത്ര ചെയ്യും. കാരണം ഒരു 10 മണിവരെയൊക്കെ കിടന്ന് ഉറങ്ങിയതിന് ശേഷം പെട്ടെന്ന് ഒരുങ്ങി ഒരു 11 മണിയോടുകൂടി പോയി ബ്രഞ്ച് കഴിക്കുകയും കഴിച്ചതിന് ശേഷം അവർ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് പോവുകയും ചെയ്യും. അതിന് പാകത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് അവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള. കാരണം അമേരിക്കയിലെ ഒരു അനുഭവം, ബോസ്റ്റണിലെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ജെയിംസ് ബോണ്ട് ഉപയോഗിച്ചിട്ടുള്ള കാറുകൾ, അതുപോലെ ആദ്യത്തെ ഇലക്ട്രിക്കൽ കാർ വരെയുള്ള കാറുകളുടെ ഒരാളിന് ഓടിച്ചു കൊണ്ടുപോകാവുന്ന കാറുകൾ, 2 പേർക്ക് സഞ്ചരിക്കാവുന്ന കാറുകളൊക്കെ പഴയ കാലത്തെ കാറുകളെല്ലാം പുത്തനാക്കി വെച്ചുകൊണ്ട് പ്രദർശനം നടത്തുന്ന കാർ ഷോകളുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പല ഫാമുകളിലും ടൂറിസ്റ്റ് ഫാമുകളാണ്. ഓരോ കാലഘട്ടത്തിലെ, ഇപ്പോൾ പൂക്കൾ പിടിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, അവിടെ തണുപ്പ് രാജ്യമായിട്ട് ഈ പൂക്കൾ പിടിക്കുന്ന സമയങ്ങളിൽ പൂക്കൾ കാണാനായിട്ടാണ് ആളുകൾ അവിടെ വരുന്നത്. ഇനി ആപ്പിൾ പിടിക്കുന്ന സമയത്താണെങ്കിൽ $10 കൊടുത്താൽ നമ്മൾ കൊണ്ടുപോകുന്ന പാത്രം എന്താണോ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നത്, ഒരാളിന് 2 പേര് പിടിക്കാൻ പാടില്ല, അത്രയും ആപ്പിളുമായിട്ട് നമുക്ക് പുറത്ത് വരാം, നമ്മുടെ വണ്ടി ഇട്ടത്തേക്ക് വരാം. ഇത് ഏത്, ഇപ്പം ബ്ലൂബെറി ആണെങ്കിലും ബ്ലാക്ക്ബെറി ആണെങ്കിലും എന്താണെങ്കിലും പിടിക്കുന്ന സമയത്ത് ഈ തോട്ടങ്ങളിൽ പോയിട്ട് നമുക്ക് തന്നെ പറിച്ച് വീട്ടിൽ ഇത് കൊണ്ടുപോകാനുള്ള സംവിധാനമുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ വൈവിധ്യം നമുക്ക് കാണാനുള്ള സൗകര്യം കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ അട്ടമുടി കായലിലെ ബോട്ടിംഗ് പോലെ ബോസ്റ്റണിൽ വിവിധ തരത്തിലുള്ള ബോട്ടിംഗ് ഉണ്ട്. കാറ്റ് കൊണ്ടുപോകുന്ന ബോട്ടുണ്ട്, ഇലക്ട്രിക്കൽ ബോട്ടുണ്ട്, നമുക്ക് തന്നെ ബോട്ട് വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് തുഴഞ്ഞു പോകാം. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായ ആളുകൾ അവിടെ ഇത് ആസ്വദിക്കാനായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നീണ്ടകരയിൽ നിന്നാൽ കാണാൻ കഴിയുന്നതാണ് ഡോൾഫിനുകൾ വരുന്നത്. പക്ഷേ ആരെങ്കിലും അങ്ങനെ അവിടെ പോയി നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ എന്ന് മോനൊന്ന് ശ്രദ്ധിച്ചു നോക്കും. ആരെങ്കിലും നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ. കാരണം ഞങ്ങളുടെയൊക്കെ ഈ ഒരു കൗതുകം കൊണ്ടാണ് അവിടെ പോയി നിൽക്കുന്നത്, അതിൻ്റെ ചിത്രങ്ങളിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ അമേരിക്കയിൽ പോയപ്പോൾ ബോസ്റ്റണിൽ ഈ നമ്മുടെ അന്റാർട്ടിക്ക നദിയിൽ, അന്റാർട്ടിക്ക കടലിൽ വെയിൽ സഞ്ചരിക്കും. ഈ വെയിലിനെ കാണാൻ പോയി ഞങ്ങൾ. വെയിൽ വാച്ച് എന്നാണ് അതിന് പറയുന്നത്. ഒരു കപ്പലിന് സമാനമായ ബോട്ടിലാണ് ഞങ്ങൾ ഈ ഉള്ളിലേക്ക് പോയി, കടലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇവർ വരുന്നതും കാത്തിരുന്നിട്ട് ഇവയുടെ ഇത് ആരോ പറഞ്ഞ കണക്ക് നീലത്തിമിംഗലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, 18 ആനകളുടെ വലിപ്പമുള്ളതാണ്, 18 ആനകളിൽ നിന്നുള്ള വലിപ്പം എന്ന് പറയുന്ന പോലെ ഇത് അത്രയൊന്നും ഇല്ലെങ്കിലും ഇത് ഒന്ന് കാണേണ്ടതാണ്. മറിയുന്നതൊക്കെ ഒന്ന് കാണേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ബോട്ടിനെ ഒന്ന് മറിക്കുക എന്ന് പറയുന്നത് അവർക്ക് നിസ്സാര കാര്യം മാത്രമാണ്, ഒരു വിഷയം പോലുമല്ല. നമ്മളൊരു കൊഞ്ചിനെ എടുക്കുന്ന ലാഭകത്തോടു കൂടി ഈ വെയിലുകൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അന്നേരം അതിങ്ങനെ വന്ന് മറിക്കുന്നതൊക്കെ കാണാനായിട്ട്, അന്നേരം ഇത് കാണാനായിട്ട് ഒത്തിരി ബോട്ടുകൾ വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ നമുക്ക് കടലിലെ ഒരുപാട് ജീവികളെ കാണാൻ കഴിയും, കടൽ പക്ഷികളെ കാണാൻ കഴിയും. അതിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോകൾ എടുക്കാൻ നമുക്ക് അവസരം ഉണ്ടാകുന്നു. പിന്നെ മാത്രമല്ല കടലിൽ കൂടെയുള്ള ഇത്തരം ഒരു യാത്ര ഒന്ന് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഈ വെയിൽ വാച്ചൊക്കെ കണ്ടങ്ങ് ആസ്വദിച്ച് മടങ്ങാനായിട്ട് പോകുമ്പം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ മാറ്റാൻ കഴിഞ്ഞില്ല. കാരണം ഇത് തണുത്തുപോയി, കൈ മരവിച്ചു ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ സന്തോഷത്തിനിടയിൽ ഇക്കാര്യം മറന്നുപോയി. പെട്ടെന്ന് തന്നെ മോള് വന്നിട്ട് അവരുടെ ഇരുന്നായിരുന്ന ചൂടുവെള്ളം ഉണ്ടായിരുന്ന ബോട്ടിൽ ഒന്ന് വെള്ളം എടുത്ത് കയ്യിൽ നിന്ന് ഒഴിച്ച് തരികയാണ് ചെയ്ത്. കൈ ആദ്യം ഇങ്ങനെ വെച്ച് കൈ നൂത്ത് ക്യാമറയെ മാറ്റിയതിന് ശേഷം കൈ മരവിച്ചു പോയി.
മരവിച്ചു, തണുപ്പ് കൊണ്ട് മരവിച്ചു പോയി. കാരണം കടലിൽ വേറെ ഒരു സംവിധാനവും ഇല്ല, കാറ്റും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ആ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്, കാഴ്ചകളുടെ കടലിൻ്റെ ഈ നിറം മാറുന്നത്, നീല ജലാശയത്തിൽ നിന്നൊക്കെ നമ്മൾ പാട്ട് എഴുതുന്നത് പോലെ അങ്ങനെ നീല ജലാശയത്തിലാണ് അങ്ങോട്ട് പോയത്. പിന്നീട് നമ്മൾ ഉള്ളിൽ ചെന്നപ്പോഴേക്ക് ഈ കറുത്ത പച്ച എന്ന് പറയില്ലേ, കറുത്ത പച്ചയാണ് അവിടെ കാണുന്നത്. നീല നിറമല്ല, കറുത്ത പച്ചയായി മാറുന്നത് അതിൻ്റെ ഇടത്ത് കൂടിയതുകൊണ്ടാണ്. ഇങ്ങനെ പിന്നെ സ്പീഡ് ബോട്ടുകളുടെ യാത്ര, പിന്നെ ആഹ്ലാദാരവം പൊഴിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സഞ്ചാരികൾ, അവരുടെയൊക്കെ കൗതുകം, സഞ്ചാര കൗതുകം യഥേഷ്ടം കാണാൻ കഴിയുന്നു. സ്പീഡ് ബോട്ടിൽ അലറിക്കൊണ്ടുപോകുന്ന യാത്രക്കാർ, ഇതൊക്കെ ചേരുന്നൊരു വലിയ കാഴ്ച. അന്നേരം നമുക്കത് ഇല്ല എന്നുള്ളതാണ്. കാരണം ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, കൊല്ലത്ത് ജീവിക്കുന്ന പല ആളുകളും തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൽ കയറിയിട്ടില്ല. ഞാനൊരു വട്ടി കയറിയിട്ടുണ്ട്. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അവർ പറഞ്ഞു ഇല്ല, കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് 2 കിലോമീറ്റർ ദൂരം തങ്കശ്ശേരിയിൽ നമുക്ക് ബ്രേക്ക് വാട്ടറിലൂടെ സഞ്ചരിച്ച് കടലിൻ്റെ നടുക്കില്ല. അവിടെ നിന്ന് അസുലഭമായ കടലിൻ്റെ കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു ഭാഗത്ത് നമുക്ക് ബീച്ചും, അവിടെ ഉയർന്നു നിൽക്കുന്ന ബീച്ച് ഹോട്ടൽ, ഇപ്പുറത്ത് കടലിൻ്റെ അപാരത, അക്ഷരാർത്ഥത്തിൽ തന്നെ കടലിന് നടുക്ക് നിന്നുകൊണ്ട് കടലിൻ്റെ അപാരത കാണുക എന്നുള്ളത്. പിന്നെ മത്സ്യബന്ധന ബോട്ടുകളും മത്സ്യം പിടിക്കുന്ന ആളുകളും, ഇപ്പുറത്ത് മത്സ്യബന്ധന തുറമുഖമൊക്കെ കൂടെ ചേരുന്ന ഒരു വലിയ ആംബിയൻസ്. ആകെ 10 രൂപ കൊടുത്താൽ അവിടെ പ്രവേശിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. എന്നുവെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഈ ശരിക്കും സംഘർഷഭരിതമാണ് നമ്മുടെ ജീവിതം പല രൂപത്തിൽ. അതിൽ നിന്ന് ഉള്ളൊരു മായക്കാഴ്ചയിലേക്ക് കിടക്കാൻ കഴിയും ഒരു കൊച്ചു സഞ്ചാരത്തിലൂടെ. സഞ്ചാരത്തിൻ്റെ ഏറ്റവും വലിയ കൗതുകം അത് തന്നെയാണ്. അന്നേരം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ഥലത്തങ്ങ് പോയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുളത്തൂപ്പുഴ പോകുന്നു, ഭക്തിയോടുകൂടി പോക്കോ, നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ കുളത്തൂപ്പുഴയിലേക്ക് പോകുന്ന യാത്രയിൽ തന്നെ അവിടുത്തെ റോഡുകൾ, വനത്തിലൂടെയുള്ള കുറച്ച് സഞ്ചാരം, അതിലൊക്കെ ഉപരിയായി ഭക്തിയുടെ ഭാഗം എന്ന നിലയിൽ മത്സ്യങ്ങളെ തീറ്റുന്നു. നല്ല രസമാണ് ആ മത്സ്യങ്ങളെ കാണുന്നത്. അത് കാഴ്ച മാത്രമല്ല, നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ചേരുകയാണ്. കുളത്തൂപ്പുഴ വരെ ഒന്ന് പോയിക്കഴിഞ്ഞാൽ, കുറച്ചുകൂടെ പോയിക്കഴിഞ്ഞാൽ തമിഴ്നാടും ആ ഗ്രാമഭംഗിയും അതെല്ലാം കാണാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞ ഇതാണ്, നമ്മൾ പ്രകൃതിയോട് ഇണങ്ങുകയാണ് ഈ മത്സ്യത്തിന് തീറ്റ കൊടുത്തുകൊണ്ട്. കാരണം അതും ഒരു ജീവിയാണെന്നും ഈ ജീവിയും ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മളിത് ചെയ്യുകയാണ്. എന്നിട്ട് അനുഭവിക്കുന്ന ആ ഒരു യാത്രയുടെ ഒരു സുഖം തിരിച്ച് വീട്ടിലെത്തുമ്പോഴാണ്, ഇങ്ങനെ മീനുണ്ടല്ലേ, ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സഞ്ചരിക്കും, ഇങ്ങനെ കാടുണ്ടല്ലേ, ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് എന്നൊക്കെ എങ്ങനെ കാണും. ആ ക്ഷേത്രം കാണുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഒരു സവിശേഷതയുണ്ട്. അയ്യപ്പൻ ബ്രഹ്മചാരിയാണെന്ന് പറയുന്നെങ്കിൽ അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ വേറെ അയ്യപ്പനാണ്. അയ്യപ്പനെ അവിടെ സ്ത്രീകളെ കയറ്റുന്നതിന് കുഴപ്പമില്ല. അല്ല, അന്നേരം ഇങ്ങനെ ഈ കുറേ മാറ്റങ്ങളുണ്ട്. ഓരോ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇത്തരം ദർശനങ്ങൾക്ക് തന്നെ ഒരു വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത. കാരണം പല ക്ഷേത്രങ്ങളും അങ്ങനെയാണ്. നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണെങ്കിലും ഇങ്ങനെ കുറേ കൗതുകകരമായ അനുഭവങ്ങൾ നമുക്ക് കിട്ടും. എവിടെ പോകുമ്പോഴും അതാണ്. നമ്മളിപ്പോൾ ഒത്തിരി പൈസ ഒന്നും ചിലവാക്കി പോകുകയൊന്നും വേണ്ട. ശരിക്കും പറയുകയാണെങ്കിൽ 35 രൂപ ചിലവഴിച്ചാൽ നമുക്ക് കൊല്ലത്ത് നിന്ന് ഇവിടെ കന്യാകുമാരി പോകാൻ പറ്റും. തിരിച്ചൊരു 35 രൂപ കൊടുത്താൽ സൺസെറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് കൊല്ലത്തെത്താൻ കഴിയും. എന്ന് വെച്ചാൽ 70 രൂപയും ആഹാരത്തിനുള്ള പൈസയും ഉണ്ടെങ്കിൽ നമുക്ക് കന്യാകുമാരിയിൽ പോയി ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ച സ്ഥലം കണ്ട് നമുക്കിവിടെ എത്താവുന്നതാണ്. ഒത്തിരി സ്മാരകങ്ങൾ കൊണ്ട് ധന്യമാണ് ഈ കന്യാകുമാരി. അത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഗാന്ധി സ്മാരകം അവിടെയുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു സവിശേഷത, ഉദയാസ്തമയങ്ങൾ ഒരുപോലെ കാണാൻ കഴിയുന്നൊരു മുനമ്പാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഹ്രസ്വമെങ്കിലും സാഹസികമായൊരു കടൽ യാത്ര അവിടെ വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്നു എന്നുള്ളത്. കൂടാതെ വിവേകാനന്ദ പാറയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ
ഒരല്പസമയം നമുക്ക് ധ്യാനിക്കാം. ഇതിലൊക്കെ ഉപരിയായി അവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ പിരാന മത്സ്യങ്ങളടക്കമുള്ള മത്സ്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആ പാറയിലേക്ക് നീന്തി കയറിയ വിവേകാനന്ദ സ്വാമികളുടെ സ്ഥൈര്യത്തെ ഓർക്കാതെ, അദ്ദേഹത്തിൻ്റെ ഒരു പാണ്ഡിത്യത്തെ ഓർക്കാതെ നമുക്ക് അവിടുന്ന് പോരാൻ കഴിയില്ല. ഇങ്ങനെയുള്ള സന്യാസിമാരും എന്ന് വെച്ചാൽ പോസ്റ്ററൊന്നും അച്ചടിച്ച് വിതരണം ചെയ്യാതെ നമ്മുടെ നാടുകളിൽ സഞ്ചരിച്ചിരുന്ന സന്യാസിമാരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള അഭിമാനം നമ്മൾക്കുണ്ടാകുന്നത് ഇത്തരം സ്ഥലങ്ങൾ കാണുമ്പോൾ. അതുകൊണ്ട് ശരിക്കും ഇത്തരം സ്ഥലങ്ങൾ കാണണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് എന്നെ യാത്രാപ്രിയനാക്കുന്നത്. അപ്പോൾ ശരി, ഇത്ര നമ്മളോട് സഹകരിച്ച് സംസാരിച്ച് ജീവിതത്തിൻ്റെ അനുഭവവും യാത്രകളുടെ അനുഭവവും പിന്നെ മാജിക്കിൻ്റെ വിവരണവും പിന്നെ ഒരു മാജിക്കും നമുക്കിവിടെ കാണിച്ചു തന്നു. അപ്പോൾ വളരെ അധികം നന്ദിയുണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്ന് ഈ സെക്ഷനിൽ ഇരുന്ന് നമ്മളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടിക്ക് എന്നെ ക്ഷണിച്ചത്, ഇത്ര നേരം എൻ്റെ ഈ വർത്തമാനം റെക്കോർഡ് ചെയ്യുകയും ശ്രവിക്കുകയും ചെയ്തതിനുള്ള നന്ദിയാണ് രേഖപ്പെടുത്തുന്നത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ യോഗ്യനാണോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് കാണാനുണ്ട്, ഒരുപാട് ഫോട്ടോകൾ എടുക്കാനുണ്ട്, പിന്നെ കഴിയുന്നിടത്തൊക്കെ മാജിക് കാണിക്കാനും എനിക്ക് താല്പര്യമുണ്ട്.